പാലക്കാട് ചിറ്റൂരിൽ 14 വയസ്സുകാരനെ ക്ഷേത്രകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരട്ട സഹോദരനെ കാണാനില്ല. ഇരുവരെയും ഇന്നലെ മുതൽ കാണാനില്ലായിരുന്നു. പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത്. നിതിൻ തോമസ് വിവരങ്ങൾ നമ്മൾക്ക് നൽകും. നിതിൻ, എന്താണ് ശരിക്കും സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം മുതൽ എത്ര നേരം മുതലാണ് ഇവരെ കാണാതായത്? മറ്റൊരു കുട്ടിയെ കാണാനില്ല എന്ന് പറയുന്നു. മൃതദേഹം എപ്പോഴാണ് കണ്ടെത്തിയത്? ഇന്ന് രാവിലെ ഇപ്പോൾ നടത്തിയ തെരച്ചിലാണ് ഈ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം 6 മണി മുതലാണ് ഇരുവരെയും കാണാതായിരിക്കുന്നത്. ഇരട്ട സഹോദരങ്ങളാണ്. 14 വയസ്സ് മാത്രമാണ് ഉള്ളത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇന്നലെ വൈകുന്നേരം ഇവർ ക്ഷേത്രത്തിലെത്തുകയും പ്രാർത്ഥിക്കുകയും, ഒരു കുട്ടി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങിയപ്പോൾ മറ്റൊരു കുട്ടി ഇലക്ട്രിക്കൽ സ്കൂട്ടറിലെത്തി വിളിച്ചുകൊണ്ട് പോയി എന്നാണ് ഇപ്പോൾ അവിടെയുള്ള പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത്. അത്തരത്തിൽ ഈ ഇരു കുട്ടികളും ചേർന്ന് കുളത്തിനരികത്തേക്ക് പോയതാണ്. ഇരുവർക്കും നീന്തൽ അറിയില്ല. അതുകൊണ്ട് കുളിക്കാൻ ഇറങ്ങാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഈ അവിടെ ഉള്ളവർ നമ്മളോട് ഇപ്പോൾ പ്രാഥമികമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ മീൻ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ എന്തിനെങ്കിലും വേണ്ടി ഈ കുളത്തിന്റെ സൈഡിലെ വശങ്ങളിലേക്ക് വല്ലതും പോയതായിരിക്കുമെന്നാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തിനാണ് ഇവർ കുളത്തിലേക്ക് പോയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇരുവരെയും ഇന്നലെ വൈകുന്നേരം 6 മണി മുതലായിരുന്നു കാണാതായത്. പ്രദേശവാസികളും പോലീസും ഉൾപ്പെടെയുള്ളവർ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. നടത്തിയ തിരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇനി മറ്റൊരു കുട്ടി എന്ത് പറ്റി എന്നുള്ളത് അറിയില്ല. അതാണ് ഇപ്പോൾ മറ്റൊരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിറ്റൂർ സ്വദേശിയായ കാശി വിശ്വനാഥിന്റെ മക്കളാണ് ഇരുവരും. രാമനും ലക്ഷ്മണനും എന്നാണ് ഇരുവരുടെയും പേര്. ഇരട്ട സഹോദരങ്ങളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. ശരി, നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ കുട്ടികൾ എന്തിനാണ് അവിടേക്ക് പോയത്, എന്താണ് മരണകാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്.